ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് ശേഷം പാർട്ടി ശേഖരിക്കുന്ന കണക്കും വോട്ടെണ്ണലിന് ശേഷമുള്ള കണക്കും തമ്മിലുള്ള വൻ വ്യത്യാസത്തിൽ കണ്ണു തള്ളിയിരിക്കുകയാണ് CPM നേതാക്കളും സഖാക്കളും. ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ 2009 മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ജില്ലാ സെക്രട്ടറി S. സുദേവൻ പ്രവർത്തന റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നു. 2009 മുതൽ കൊല്ലത്ത് തുടർച്ചയായി പരാജയപ്പെടുന്ന സ്ഥിതിക്ക് മാറ്റമില്ലെന്നും എടുത്തു പറയുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് ശേഷം ജില്ലയിലാകെ LDFന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വോട്ട് 6,63,992 ആയിരുന്നു. UDFന് 5,62,076 വോട്ട്, BJPക്ക് 1,84,469 വോട്ട് എന്നിങ്ങനെയുമായിരുന്നു പാർട്ടി ശേഖരിച്ചിരുന്ന കണക്കുകൾ. LDF പ്രതീക്ഷിച്ചിരുന്ന ഭൂരിപക്ഷം 1,30,589 വോട്ടുകളായിരുന്നു. ഫലം വന്നപ്പോൾ വോട്ട് നില LDF 5,08,993, UDF 6,64,865, BJP 2,72,782 എന്നിങ്ങനെയായി. UDFന് ഭൂരിപക്ഷം 1,50,302. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടെടുപ്പിന് ശേഷം LDFന് കിട്ടുമെന്ന് കരുതിയത് 4,08,460 വോട്ടുകളായിരുന്നു. UDFന് 3,82,895, BJPക്ക് 1,05,460 എന്നിങ്ങനെയുമായിരുന്നു കണക്കുകൾ. LDF പ്രതീക്ഷിച്ച ഭൂരിപക്ഷം 2,93,326 വോട്ടുകളായിരുന്നു. ഫലം വന്നപ്പോൾ UDF 4,43,628, BJP 1,63,210, നോട്ട 6,437 എന്നിങ്ങനെ നേടി. UDF ഭൂരിപക്ഷം 1,48,655 വോട്ടുകളായിരുന്നു. വോട്ടെടുപ്പിന് ശേഷവും വോട്ടെണ്ണലിന് ശേഷവുമുള്ള കണക്കിലെ താരതമ്യത്തിൽ വന്ന വ്യത്യാസം LDF 1,19,320 വോട്ടിന്റേതാണ്. LDFന് വോട്ട് കുറയുകയും UDFനും BJPക്കും വോട്ട് കൂടുകയും ചെയ്തു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ കരുനാഗപ്പള്ളിയിൽ പ്രതീക്ഷിച്ച കണക്കിൽ നിന്ന് LDFന് 15,319 വോട്ടുകളാണ് കുറഞ്ഞത്. UDFന് 546 വോട്ട് ഭൂരിപക്ഷം കിട്ടുമെന്ന് കരുതിയെങ്കിലും കിട്ടിയത് 6,940 വോട്ടുകളുടെ ഭൂരിപക്ഷം. BJPക്ക് 19,325 വോട്ടുകൾ കൂടി. മാവേലിക്കരയിൽ, കുന്നത്തൂർ, പത്തനാപുരം, കൊട്ടാരക്കര മണ്ഡലങ്ങളിൽ നിന്നായി LDF പ്രതീക്ഷിച്ച ഭൂരിപക്ഷം 1,10,70 വോട്ടുകളായിരുന്നു. കിട്ടിയ ഭൂരിപക്ഷമാകട്ടെ 3,292 മാത്രമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.